നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിജെപി നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഭിഭാഷകൻ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ പ്രതികൾക്ക് എല്ലാം വധശിക്ഷ കിട്ടുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഇത്രയുമധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത്. എന്നാലും അപ്പീൽ കോടതിയുടെ തീരുമാനങ്ങൾ നിർണായകമാകും. മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത്. എല്ലാ പ്രതികൾക്കുമേലും വധശിക്ഷ നിലനിൽക്കുമെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. BJP നേതാവും അഭിഭാഷകനുമായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ ശിക്ഷാവിധിയിൽ പ്രതികരിച്ച കുടുംബം രംഗത്തെത്തുകയാണ്. എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതിൽ പൂർണ്ണ സംതൃപ്തരാണെന്നാണ്, കേസ് അത്യപൂർവമായ ഒന്നാണെന്നും രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുത്ത കോടതി വിധിയിൽ സംതൃപ്തരാണ്. 770 ദിവസമായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായത്. ഞങ്ങൾക്കുണ്ടായ നഷ്ടം വളരെ വലുതും. എങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ട്. ഭഗവാന്റെ വേറൊരു വിധിയുണ്ട്. പ്രകൃതിയുടെ നീതിയുമുണ്ട്. ഞങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുറകെ വരുമെന്ന പ്രതീക്ഷയുമുണ്ട്. അത്യപൂർവമായ കേസ് തന്നെയാണിത്. ഒരു വീട്ടിൽ കയറി ഒരാളും ഇത്ര ക്രൂരമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണ കൊലപാതകത്തിന്റെ രീതിയിൽ ഉൾപ്പെടില്ല ഇത്. വായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹത്തെ അവർ കാണിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും അനിയനും എന്റെ മകളുമാണിത്. സത്യസന്ധമായി കേസ് അന്വേഷിച്ച് കോടതിയിലെത്തിച്ച DYSP ജയരാജിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറുടെ പരിശ്രമത്തിനും നന്ദി അറിയിക്കുന്നു. ഇവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞാൽ തീരില്ല. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി വധശിക്ഷ വിധിച്ചതെന്നാണ് രഞ്ജിത്തിന്റെ ഭാര്യ പറഞ്ഞത്. രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറിയാണ് കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കുമേലെയുള്ള കൊലപാതക കുറ്റം തെളിഞ്ഞിരുന്നു. അകത്ത് കയറിയ പ്രതികളെ സഹായിക്കാനായി വീടിന് പുറത്തുനിന്ന 9 മുതൽ 12 വരെയുള്ള പ്രതികൾക്കെതിരെയും സെക്ഷൻ 149 വകുപ്പ് പ്രകാരം കൊലക്കുറ്റം തെളിയുകയായിരുന്നു. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വധശിക്ഷ. അതിക്രൂരമായി ചുറ്റിയക്കടിച്ചും മറ്റുമാണ് രഞ്ജിത്തിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ട് അനുകൂലികളാണ് ഇവരെല്ലാം. മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത്. നവാസ്, ഷമീർ, നസീർ, സഖീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, അതുപോലെ തന്നെ ഷെർനാസ്, അഷ്റഫ്, നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലാം, സലാം പൊന്നാട, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ്, ജസീബ രാജ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ വീട്ടിൽ അതിക്രമിച്ചു കയറിയതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുൻപിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുമ്പോഴാണ് ഈ ചരിത്രവിധി അവർക്ക് ഉണ്ടാകുന്നത്. ഈ വധശിക്ഷ വിധിക്കുമ്പോൾ ഇനി സാധാരണഗതിയിൽ എല്ലാവരുടെയും മനസ്സിലുള്ള ഒന്നാണ്, ഇതെല്ലാം നടപ്പിലാവുമോ അതോ അപ്പീലുമായി മുന്നോട്ട് പോകുമോ എന്ന്. അപ്പീലുമായി മുന്നോട്ട് പോയാലും ഈ 15 പ്രതികൾക്കും വധശിക്ഷ നിലനിൽക്കുമെന്ന് തന്നെ നിർണായക വിധി തന്നെയാണ് ഇപ്പോൾ ജഡ്ജി വിധിച്ചത്. എല്ലാ മുക്കും മൂലയും പരിശോധിച്ച് ഒന്നുപോലും വിട്ടുപോകാതെയുള്ള രീതിയായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതലും കച്ചിത്തുരുമ്പായി വന്നത് തെളിവുകളാണ്. വയലാറിൽ നന്ദു കൃഷ്ണൻ എന്നയാളുടെ കൊലപാതകത്തിന് ശേഷം ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. 3-ാം പ്രതിയായ അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് പോലീസ് അന്വേഷണത്തിന്റെ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയത്. ഇതിൽ 1-ാമത്തെ പേര് കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റേതായിരുന്നു. ആ ലിസ്റ്റിൽ ധാരാളം പേരുണ്ടായിരുന്നു. ഇത് ഭീകരതയായി വിലയിരുത്തപ്പെട്ടു. ഈ സാഹചര്യമാണ് കേസിനെ അത്യപൂർവങ്ങളിൽ അത്യപൂർവമാക്കി മാറ്റിയത്. വയലാർ സ്വദേശിയായ നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ പ്രതികാര കൊല നടക്കുമെന്ന് SDPI-കാരായ പ്രതികൾ മുൻകൂട്ടി കണ്ടുവെന്നും അങ്ങനെ സംഭവിച്ചാൽ പകരം ഒരാളെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. കേസിൽ 15 പോപ്പുലർ ഫ്രണ്ടുകാരാണ് വിചാരണ നേരിട്ടത്. ഇപ്പോൾ ശിക്ഷാവിധി കേട്ടതും. എന്തായാലും കുറ്റപത്രത്തിൽ 1000-ഓളം രേഖകളും 100-ലധികം തൊണ്ടി മുതലും തെളിവായി ഹാജരാക്കിയിരുന്നു. വിരലടയാളങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയവയെല്ലാം പ്രതികൾക്ക് എതിരെ ആണ് ഉണ്ടായിരുന്നത്. എന്തായാലും ചരിത്രം കുറിക്കുകയാണ് ഇന്ന് കോടതി. ഇനി ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഈ 15 പേർക്കും എന്താണോ കോടതി വിധിച്ചത് അത് തന്നെ ലഭിക്കണം എന്നുള്ളത്.